ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൊന്തപ്പത്തിൽ 5-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത് വിമലാംബികയുടെ എളിമയും സ്നേഹവുമാണ്. പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് എളിമ, രണ്ടാമത്തേത് സ്നേഹം. വിശുദ്ധ ഫൗസ്റ്റീനയും പരിശുദ്ധ കന്യകാമറിയവും തമ്മിൽ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ വിശുദ്ധയെക്കുറിച്ച്, വിശുദ്ധ ഫൗസ്റ്റീനയെക്കുറിച്ച് ഇതോടൊപ്പം ധ്യാനിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാവുന്നതുപോലെ 40 പ്രാവശ്യം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു പ്രത്യക്ഷീകരണം ലഭിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ഫൗസ്റ്റീന. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു 40 പ്രാവശ്യം യേശു അവളെ സന്ദർശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ യേശു അവളെ സന്ദർശിച്ച് പഠിപ്പിച്ചപ്പോൾ ചില കാതലായ സത്യങ്ങൾ അവളെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു തികഞ്ഞ മരിയഭക്തയായിട്ട് നമുക്ക് കാണാവുന്ന വ്യക്തിയാണ് വിശുദ്ധ ഫൗസ്റ്റീന. ആത്മീയ നിർവൃതിയിൽ, അതായത് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് ആത്മീയ നിർവൃതി, ഒരു എക്സ്റ്റസി, പ്രേയിങ് ഇൻ ട്രാൻസ്. ഈ വിശുദ്ധ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വീണപ്പോൾ അവർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ആ നിർവൃതിയിൽ അവൾ ഒരിക്കൽ പാടുകയുണ്ടായി എന്നാണ് പറയുന്നത്. വിമലാംബികയുടെ എളിമയും സ്നേഹവും എൻ്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നു. ഒരാത്മീയ നിർവൃതിയിൽ ഈ വിശുദ്ധ ഫൗസ്റ്റീന വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് വിമലാംബികയുടെ എളിമയും സ്നേഹവും എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങട്ടെ. നമുക്ക് നടത്താവുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ കാണുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം, അതുപോലെ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതം, ഇത് രണ്ടും ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എളിമയും സ്നേഹവും. നമുക്ക് കാണാൻ സാധിക്കും ഈ വിശുദ്ധ ഫൗസ്റ്റീന അതോടൊപ്പം അവർ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, എനിക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നത് ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. സ്ഫടികത്തേക്കാൾ വെണ്മയുള്ള മറിയത്തിലൂടെ ദൈവകരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് എത്തിക്കുന്ന വലിയൊരു കാര്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് ഈ വിശുദ്ധ ഫൗസ്റ്റീനയാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ യേശു ഫൗസ്റ്റീനയ്ക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. യേശു പഠിപ്പിച്ചതനുസരിച്ചാണ് ഫൗസ്റ്റീന ആ കരുണയുടെ പടം വരപ്പിച്ചതും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ ലോകത്തെ പഠിപ്പിച്ചതും. ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. യേശു പറഞ്ഞൊരു കാര്യം, നാം അലങ്കരിക്കപ്പെടേണ്ടത് 3 പുണ്യങ്ങളാലാണ്. 3 പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെടേണ്ടവരാണ് ദൈവമക്കൾ. ഇതാണ് യേശു വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ. സുപ്രധാനമായത് എളിമ, രണ്ടാമത്തേത് നിയോഗശുദ്ധി, മൂന്നാമത്തേത് സ്നേഹം. എളിമ, നിയോഗശുദ്ധി, സ്നേഹം, ഈ 3 കാര്യങ്ങളായിരിക്കണം ദൈവമക്കളുടെ അലങ്കാരം എന്നുള്ളത് യേശു തന്നെ ഈ വിശുദ്ധയ്ക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇനി ഇത് സംഭവിച്ചാൽ എന്താണ് ഈ ദൈവമക്കളിൽ സംഭവിക്കുന്നത് എന്നതും യേശു അവളെ പഠിപ്പിക്കുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, ദൈവം ആവശ്യപ്പെടാതെ അവർ ഒന്നും ചെയ്യുകയില്ല. രണ്ടാമത്തെ കാര്യം, ആന്തരിക നിശബ്ദതയിൽ അവർ ദൈവസ്വരം കേൾക്കും. മൂന്നാമത്തെ കാര്യമാണ്, എളിമയുടെ 3-ാം ഘട്ടത്തിലേക്ക് അവർ വളരും. ഇനി എളിമയുടെ 3-ാം ഘട്ടത്തിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ ആ വളർച്ച പ്രാപിച്ചവരെ അവഹേളനം അനർഹമാണെങ്കിലും പരാതി കൂടാതെ
അത് സ്വീകരിക്കും. ഇനി ഇങ്ങനെ ഈ 3 കാര്യങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നവർ അവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ ഈ ആത്മീയ അലങ്കാരം നമുക്കുണ്ടാവും. ഈ പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി നമുക്ക് കാണാൻ പറ്റുക. ആ ഒരു ബോധ്യത്തോടെ നമുക്കിനി നൊവേനയിലേക്ക് തിരിയാം. ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നൊരു പൊതു നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് അഹങ്കാരികളുടെ മാനസാന്തരമാണ്. അതിനായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ദൈവമാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. വാത്സല്യനിധിയും കരുണ നിറഞ്ഞവളുമായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ഞങ്ങളെ അങ്ങേ കരങ്ങളിൽ വഹിച്ച് സ്വർഗത്തിൽ എത്തിക്കണമേ. ഞങ്ങളുടെ ശരീരവും ആത്മാവും അശുദ്ധമാകാതിരിക്കാനും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തീരുമാനങ്ങളും അങ്ങയുടെ തിരുക്കുമാരന് പ്രീതികരമാകാനും ഞങ്ങളെന്നും സത്യമാർഗത്തിൽ നയിക്കപ്പെടാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ അമ്മേ, ദൈവമാതാവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളിലെ എല്ലാ തിന്മയും അശുദ്ധിയും അകന്നു പോകാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മീയ കരുത്ത് ഞങ്ങൾക്ക് ലഭിക്കാനും അമ്മ ഞങ്ങൾക്ക് തുണയാകണമേ. അമ്മയുടെ വിശ്വാസ ചൈതന്യവും പരസ്നേഹവും ശുശ്രൂഷ മനോഭാവവും സഹനശക്തിയും ഞങ്ങൾക്ക് ലഭിക്കാനും അമ്മയെപ്പോലെ ഞങ്ങളും ദൈവഹിതത്തിന് വിധേയപ്പെടുന്നവരാകാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് അതെല്ലാം ഞങ്ങൾക്ക് നിറവേറ്റി തരണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.